വലത്തോട്ട് വഴിയുണ്ടല്ലോ, അത് ഒത്തിരി പോകാറുണ്ട്. രസമാണ് ഇത് വന്നിട്ടില്ല അല്ലേ? കഠിനമായ വളം. നമുക്ക് അക്യുഡേറ്റ് ഇല്ല, അക്യുഡേറ്റ് കാണിച്ചു അക്യുഡേറ്റ്. ഇവിടുത്തെ അക്യുഡേറ്റ് ആണ്. പച്ചപ്പും ഹരിതാപ്പയും ആസ്വദിച്ചാണ്. റാന്നിയല്ല, ഇത് അങ്ങേ റോഡേക്കാണ്. കോഴഞ്ചേരി റോഡല്ലേ? റാന്നി റോഡേക്കാണ്. പറയാൻ പറ്റുന്ന റോഡ് ഏതാണ്ട് കൊക്കോയും ഇത് നമുക്കറിയത്തില്ല. കാണുമായിരിക്കും. മലയെന്നൊക്കെ വെള്ളം ഇറങ്ങുന്നില്ലേ? വെള്ളം ഇറങ്ങുന്നുണ്ട് എത്ര ഇങ്ങനെ വെള്ളം പ്രതീക്ഷിക്കുന്നില്ല. ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ സൂക്ഷിച്ച് മൈന്യൂട്ട് ടേണിംഗ് ഒക്കെയാ. ഇതിനിടയ്ക്ക് വഴിയാണ്. അന്ന് ഇവിടെ പറഞ്ഞാൽ റോഡൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന റോഡില്ലേ, അതുപോലെ പതിയെ പോണേ. അവിടെ നമുക്കൊരു വളം ഒത്തിരി പോകുന്നത്, നമുക്കത് തിരിച്ചിറങ്ങിപ്പോരാം. മേനത്തട്ട അത് കാണാൻ വേണ്ടി പോവാ. അതിപ്പോൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറേ നാൾ കിടന്നു അതിൻ്റെ അവിടുന്ന് വരത്തോട്ട് കണ്ടോ, കോവിഡ് കെയർ സെന്റർ എന്ന് പറഞ്ഞു മേനന്തോട്ടം. നേരെ വരത്തോട്ട് ഇവിടെ വേണ്ട കോവിഡ് കെയർ സെന്റർ വരത്തോട്ട് നേരെ ഇവിടെ ഞങ്ങൾ കോവിഡ് കെയറിൽ പറയപ്പെട്ടത്. ഇത് ഇന്നടുത്ത് അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അതിൻ്റെ ഒരു പ്രധാനം പോലെ വീടുണ്ടായിരുന്നു. അതിൻ്റെ അതിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഹോസ്റ്റൽ പോലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തിൽ. അന്ന് ഇവിടെ ആണെങ്കിൽ ഇതുണ്ടായിരുന്നു, മറ്റേ റംബൂട്ടാൻ മേടിക്കാം. ഇപ്പോൾ അതെല്ലാം ഇതായിട്ട് കിടക്കുക, പ്രധാനം പോലെ അടക്കാണ്ടില്ല. അന്ന് ഇവിടെ ആയിരുന്നു ഗേറ്റ്. ഇവിടെ ഒന്ന് അടിക്കുമ്പോൾ അവരൊന്ന് തുറക്കും. പോട്ടെ. എല്ലാവരും ഇവിടെ താമസിച്ചു അല്ലേ? ഇവിടെ അയ്യോ ഭയങ്കര സെൻട്രലാണ്. എന്നും ഇപ്പോഴും ആൾ വന്ന് അവിടെ നിന്നായിരുന്നു അവിടെ ചെയ്തോണ്ടിരുന്നത്. ഇതിന് മേടിച്ചിട്ടൊന്നും ഇല്ല, ഇനി കൊടുത്തിട്ടില്ല. പിന്നെ ഓക്സിജൻ അല്ല, മെഡിസിൻ ഫീവറിന് ഇതുമായിട്ട് പനിനെ വരുന്നേ ഉള്ളൂ. സിംറ്റം അനുസരിച്ച് മേനന്തട്ടത്തിൻ്റെ ഒരു പിന്നെ നേഴ്സിംഗ് ഹോസ്പിറ്റൽ കോളേജായിരുന്നു ഇത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു, വലിയൊരു ബിൽഡിങ്ങാണ്. കാട് കിടക്കുന്നല്ലേ? ഒരു സഭയുടെയോ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നേരെ അടുത്ത ഇതിൽ ചെല്ലും.
ഞങ്ങൾ നടക്കാൻ പോയായിരുന്നു. ഇത് ഒന്നും നടക്കുന്നോണ്ടൊരു സ്ഥലമില്ല. അവിടെ നിൽക്കും, ഇവിടെ വണ്ടി എടുക്കും, വണ്ടി ഇവിടെ കൊണ്ടുവരാം. ചിലപ്പോൾ അവിടെ കൊണ്ടുവരും. അപ്പോൾ രാവിലെ നിങ്ങൾക്കുള്ള കാപ്പിയും എല്ലാം അവിടെ നിന്ന് തരും. കാപ്പി, ചോറ് എല്ലാം അവിടെ നിന്ന്. പഴയ പള്ളിയുടെ മുന്നിൽ കേട്ടോ. ഇതറിയാതെ പള്ളിക്കത്ത് നിന്ന് കയറി. ആദ്യത്തെ ദിവസം വന്ന് പള്ളിക്കത്ത് കയറി. തുടങ്ങിയ ദിവസമായി പള്ളിക്കത്ത്. നിങ്ങൾ പത്തനംതിട്ട കിട്ടാ? പത്തനംതിട്ട ബേസ് കളക്ടറേറ്റ് നടന്നത്. അതിൻ്റെ ഫുൾ ഓർഡർ വന്നു. വലത്തട്ടെ അടുത്ത് പിടിച്ച് വണ്ടി വലിയ വീട്ടിൽ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു. അത് വെട്ടി കറക്റ്റ് ഒരു സ്പോട്ടിലല്ലേ? ഇത്രയും ദൂരെ നല്ല സ്പേസ് കാത്ത്. RDO ഓഫീസാണ്. ഇതെവിടെയാണ് സ്ഥലം? എവിടെ? റാന്നിതിയാ? ഞങ്ങളിവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ഈ ബേക്കറി വിളിച്ചിട്ടുണ്ട്. ഈ ബേക്കറി അന്ന് അമ്മ സ്ഥിരം തന്നിട്ടിരുന്നത്. കഴിക്കുമായിരുന്നു, കുടിക്കുമായിരുന്നു, ചായ കുടിക്കുമായിരുന്നു സ്ഥിരം. അമ്മമാരും എല്ലാം കൂടെ വന്നിട്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ബേക്കറി ഉണ്ട്. അവിടെ വന്നിട്ട് ചായ കുടിക്കും, കാപ്പി കുടിക്കും. ഇവിടുത്തെ വട, ഇവിടുത്തെ രാവിലെ വട. ഇത് ശരിക്കും പ്രോപ്പർ ഇത് റാന്നി തന്നെയാ? ഇത് റാന്നി. ഇവിടെ അങ്ങോട്ട് ചെല്ലുന്ന റാന്നിലോട്ടാ. റാന്നിയുടെ ഇങ്ങനെ സൈഡാണ്. ഓക്കെ ഓക്കെ. ആ വൺ വേ ആയിരുന്നു, ആ ഭാഗത്ത് അങ്ങനെ ആയിരിക്കും. വൺ വേ ആയിരുന്നു ആ ഭാഗത്ത്. കാറും കൊണ്ടില്ല അന്ന് വന്നിട്ടുണ്ട്. അവിടെ കൊണ്ടിടും. അന്ന് മറ്റേ കാർ കൊണ്ടാവുന്നല്ലേ? അത് എത്ര വർഷം ഉണ്ടായിരുന്നു ആ കാറ്? 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് അവിടെ കൊണ്ടായിരുന്നു. അവിടെ കൊണ്ടിട്ട് 2 വർഷം ഉണ്ടായിരുന്നല്ലേ? റാന്നി നമ്മൾ ആ മെയിൻ റോഡ് ഉണ്ടല്ലോ, അതുവഴി വന്നങ്ങ് പോകത്തേ ഉള്ളൂ. മനസ്സിലായോ? ഇങ്ങോട്ട് കിടക്കുന്നേ ഇല്ല. ഇല്ല, നമ്മൾ മറ്റേ മെയിൻ റോഡ് ഒറ്റ വഴി അങ്ങ് പോലെ വന്ന് പോകത്തേ ഉള്ളൂ. അത് നമുക്കറിയത്തില്ല റാന്നി എവിടെ ഉണ്ട്. ഇത് മാമുക്ക് വന്നിറങ്ങി. ഇത് വലത്തോട്ട് ആണ് ഇറങ്ങുന്നത്. ഇപ്പൊ 3000 രൂപ വലത്തോട്ട് പിടിച്ചിട്ട് അടുത്ത വന്നേക്ക് തൊട്ടിപ്പുറത്തെ പാലം കഴിഞ്ഞ് ഞാൻ ഇറക്കാൻ കൊണ്ടിറങ്ങി. അങ്ങോട്ട് ചെല്ലുന്നിടത്ത ഇത് പെട്രോൾ പമ്പ്. തുടരും രാത്രിയിലെ ആ സീന് മറ്റേ പാലത്തെ വെച്ചെടുത്ത കണ്ടായിരുന്നു. ഇവിടുത്തെ ഈ പാലം എടുത്ത് തുടരും എന്നുള്ള സിനിമയ്ക്കകത്തില് പാലമുണ്ട്. കണ്ടില്ല. ഉണ്ട്. വണ്ടി പോകുന്നത് ഈ പാലത്തെ കൂടെ ഉണ്ട്. ഞാൻ കാണിച്ചിട്ടല്ല. അല്ല, ഇവിടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നതിന്റെ കേസുകളൊന്നും പറഞ്ഞില്ല. അതൊന്നും അറിയത്തില്ല. ഷൂട്ടിങ് വരുന്നതും പോകുന്നതൊക്കെ അത് ഇത് താന്ന് കിടക്കുമായിരുന്നു. പണി നടന്നപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പണി നടക്കുക. ഈ സാധനം നേരത്തെ റോഡ് താന്ന് കിടക്കുമായിരുന്നു. പൊക്കിയതാ. പിന്നെ ഇവിടെ ഉണ്ടോ ചായക്കടയുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടുണ്ടായത് തീരാ. അതാ ഇവിടെ മുന്നോട്ട് ഇതല്ലേ ഇവിടെ ഇതുകൊണ്ട് അവിടെ മുന്നോട്ട് വിടണം. ഉണ്ടുണ്ട്. ഇവിടെ ഇതാണ് സ്ഥിരം ചായ കുടിക്കേണ്ട സ്ഥലം. ഇത് രജിസ്ട്രേഷൻ ഒരുപാട് വണ്ടി ഇറങ്ങുന്നുണ്ട്. മഴയായിപ്പോയി, അല്ലെങ്കിൽ കറക്റ്റ് എടുക്കുക. ഇതാ പഴയ പാലം. ഈ പാലം പൊളിഞ്ഞു പോയത്. ഇടയ്ക്ക് വെച്ച് പോയി പാലം അങ്ങ് പോയി. ഈ പാലമാണ് മറ്റേ തുടർന്ന് സിനിമയെ കാണിക്കുന്നത്. കൊമ്പയാറിന് മേലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രമായിരുന്നു. രാമപുരം ശ്രീ വിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രം. അടുത്തോട്ട് പോകണം. ഇത് റാന്നിയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. റാന്നി കാണാനാണെങ്കിൽ കുറേ ഉണ്ട്.
നല്ല നല്ല സ്ഥലങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാനും. അതുപോലെ ഇനിയും ഇപ്പോൾ ഇവിടെ അടുത്ത സൈഡിലായിരുന്നു താലൂക്ക് ആശുപത്രി റാന്നി പോലീസ് സ്റ്റേഷനിൽ പോയി പോകുന്ന വഴിക്ക് തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന അക്വാഡക്റ്റിലോട്ട്. അക്വാഡക്റ്റ് കനാലിൻ്റെ ഒരു ഭാഗമാണ്, കാണാൻ രസമുണ്ട്. അതിൻ്റെ വീഡിയോ നാളെ ഇടാം.